CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം കോൽക്കളി മത്സരത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും ഒന്നാം സ്ഥാനം നേടി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കഴിഞ്ഞ 2 തവണ സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡും നേടിയിരുന്നു. കലോത്സവ വേദിയിലെ സെൽഫി പോയിന്റായി CCTV സ്റ്റുഡിയോ. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി പ്രധാന വേദിയായ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ സജ്ജമാക്കിയ CCTV സ്റ്റുഡിയോയിലെത്തി അധ്യാപകരും വിദ്യാർത്ഥികളും മത്സരാർത്ഥികളും ഉൾപ്പെടെയുള്ളവരാണ് ചിത്രങ്ങൾ പകർത്തുന്നത്. കലോത്സവ വേദിയിലെത്തുന്നവർക്ക് ആവശ്യമായ പരിചരണമൊരുക്കി വെൽഫെയർ സൊസൈറ്റി. പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന് മുണ്ടത്തിക്കോട് NSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു. വേദി 1 ചിലങ്കയിൽ നടന്ന ചടങ്ങിൽ ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ കലാമേളയ്ക്ക് തൊട്ടുപിന്നാലെ തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിനും കുന്നംകുളം ആതിഥേയത്വം വഹിക്കും. മേളയുടെ വിജയകരമായ നടത്തിപ്പിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് ചാവക്കാട് ഉപജില്ലാ കലോത്സവ നഗരിയിൽ ഫോട്ടോ പോയിന്റ് ഒരുക്കി. ഗുരുവായൂരിൽ പുലർച്ചെ വീട്ടുമുറ്റത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന വീട്ടമ്മയുടെ 5.5 പവന്റെ താലിമാല കവർന്നു. തെക്കേനടയിൽ പുളിയശ്ശേരി ലജീഷിന്റെ ഭാര്യ സിന്ധുവിന്റെ മാലയാണ് കവർന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ ഗുരുവായൂരിൽ മോഷ്ടാക്കൾ കവർന്നത് 20-ലധികം പവൻ. പ്രതികളെ പിടികൂടാനാകാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് ആവേശം. ചൊവ്വന്നൂർ പഞ്ചായത്ത് 3-ാം വാർഡ് പൂശപ്പിള്ളിയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. പഞ്ചായത്ത് അംഗമായിരുന്ന ജോൺ മാസ്റ്ററുടെ ആകസ്മിക നിര്യാണത്തെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് ഡിസംബർ 8-ാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക വോട്ടർ പട്ടിക നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കാത്തതിനെതിരെ കോൺഗ്രസ് പരാതി നൽകി. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സാമൂഹ്യാഘാത പഠനത്തിന്റെ ഭാഗമായി പബ്ലിക് ഹിയറിംഗ് നടന്നു. പോർക്കുളം പഞ്ചായത്ത് ഓഫീസിലും കടങ്ങോട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലുമായിട്ടാണ് യോഗം ചേർന്നത്. മന്നലാംകുന്ന് എടയൂരിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരന്മാർ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു. എടക്കഴിയൂർ സ്വദേശി കറുപ്പം വീട്ടിൽ ചാലിൽ 56 വയസ്സുള്ള അലിക്കാണ് വെട്ടേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് അലിയുടെ സഹോദരങ്ങളായ കറുപ്പം വീട്ടിൽ ചാലിൽ നൌഷാദ്, കരീം എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി വ്യാപാര സ്ഥാപനങ്ങളിലും പൊതുയിടങ്ങളിലും ഹെൽത്തി കേരള പരിശോധന നടത്തി. ചിറ്റാട്ടുകര കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിലെ സ്പോർട്സ് ഡേ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ഐനിപ്പുള്ളി ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിലാവ് മുല്ലപ്പള്ളിക്കുന്നിൽ മണ്ണുകടത്താനായി പരിസരവാസികളുടെ അതിരുകൾ നശിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ചാലിശ്ശേരി ഗവൺമെന്റ് HSSന് അഭിമാനമായി KH ഹൃത്തിക്. ബഡ്ഡിംഗ്, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ് വിഭാഗത്തിലാണ് സ്കൂളിലെ ബയോളജി സയൻസ് 2-ാം വർഷ വിദ്യാർത്ഥിയായ KH ഹൃത്തിക് 2-ാം സ്ഥാനവും എ ഗ്രേഡും നേടിയത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി ശിലാസ്ഥാപന പെരുന്നാളിന്റെ ഭാഗമായുള്ള വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടന്നു. ബ്ലാങ്ങാട് ബീച്ചിലെ ഇരുട്ടൊഴിഞ്ഞു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ സ്ഥാപിച്ച മിനിമാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു. കാൽപന്തുകളിയിലെ കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി മണലി OYCയുടെ നേതൃത്വത്തിൽ സൂപ്പർ ലീഗ് 2024 സംഘടിപ്പിച്ചു. അക്കിക്കാവ് മാർ ഒസ്താത്തിയോസ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജിൽ 2024-26 വർഷത്തെ NSS യൂണിറ്റ് ഉദ്ഘാടനവും ഓറിയന്റേഷൻ ക്ലാസും നടന്നു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഗംഭീര മുഴുവൻ വിളക്കും അന്നദാനവും നവംബർ 22 വെള്ളിയാഴ്ച ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ആയുഷ് ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പുന്നീർകുളം പഞ്ചായത്തും അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് മന്നലാങ്കുന്ന് കിണർ 8-ാം നമ്പർ അംഗൻവാടിയിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.